ജെല്ലി വരെ പോകണം മറ്റൊരു വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. ബൽറാം അടങ്ങാടി ഒരിക്കൽ കൂടി നമ്മളൊപ്പം ചേരും. അത് മറ്റൊന്നുമല്ല, കുറച്ച് നാൾക്ക് മുൻപ് നമ്മൾ അറിഞ്ഞതാണ് ഒരു ലയനം അല്ലെ, എയർ വിസ്താരയും എയർ ഇന്ത്യയുമായുള്ള ലയനം. അത് ഇന്നലെ സംഭവിച്ചു. അങ്ങനെ ആദ്യ സർവീസ് ആ രീതിയിൽ നടക്കുകയും ചെയ്തു. ഇന്നലെ അവസാന സർവീസ് വിസ്താരം നടത്തി. അതിനുശേഷം ഏർലി മോർണിംഗ് 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസും നടത്തി. അത് ദോഹയിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു. ഇനി ഇന്നിപ്പോ ആഭ്യന്തര സർവീസ് ഉണ്ട്, മുംബൈ ടു ഡൽഹി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് വിവരങ്ങൾ അറിയാൻ നമുക്ക് ബൽറാമിനോട് ചോദിക്കാം. ബൽറാം, ഒരിക്കൽ കൂടി സ്വാഗതം മോർണിംഗ് വാക്കിലേക്ക്. ബൽറാം നടക്കാൻ പോയിട്ടുണ്ടോ ഇന്ന് ഡൽഹിയിൽ? ചോദിക്കണമല്ലോ. പ്രജിൻ, സ്മിത, ഡൽഹിയിൽ ഞാൻ സാധാരണ നടക്കാറുണ്ട് ഈ സീസണിൽ. പക്ഷേ ഇത്തവണ കടുത്ത അന്തരീക്ഷ മലിനീകരണവും മറ്റും ഇത്തരത്തിലുള്ള പുറത്തുള്ള മോർണിംഗ് വാക്ക് ഉൾപ്പെടെയുള്ളവ വിലക്കിയിട്ടുണ്ട് ആരോഗ്യ വിദഗ്ധർ. എന്തായാലും ഈ വിസ്താര വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറെ പ്രിയങ്കരമായ ഒരു ബ്രാൻഡ്, ആ വിസ്താര എന്ന പേര് ഇന്നു മുതൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എയർ ഇന്ത്യയുടെ ലയനം സാധ്യമായതോടുകൂടിയാണ് ഈ ഒരു പേര് ഇന്നു മുതൽ അപ്രത്യക്ഷമാകുന്നത്. പകരം എയർ ഇന്ത്യ എന്ന പേരിൽ തന്നെയായിരിക്കും ഇതുവരെ ഉപയോഗിച്ചിരുന്ന UK എന്ന കോഡിന് പകരം ഇനി വ്യോമയാന മേഖലയിൽ AI2 എന്ന കോഡായിരിക്കും നിലവിൽ ഇന്നലെ വരെ വിസ്താരയായി സർവീസ് നടത്തിയിരുന്ന വിമാനങ്ങൾക്ക് ഉണ്ടാകുക. സിംഗപ്പൂർ എയർലൈൻസ് ഈ എയർ ഇന്ത്യയുടെ മാതൃ കമ്പനിയിലേക്ക് നിക്ഷേപം മാറ്റുകയും കൂടുതൽ നിക്ഷേപം നടത്തുകയും എല്ലാം ചെയ്താണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ പേരിലും സാങ്കേതികമായും ഒപ്പം തന്നെ ഇതിന്റെ ഭരണപരമായുള്ള മാറ്റങ്ങൾ നടപ്പാക്കിയെങ്കിലും കുറച്ചു കാലം കൂടി ഈ വിസ്താര എന്നുള്ള പേര് വിമാനങ്ങളിൽ ദൃശ്യമാകും. ഒപ്പം തന്നെ സ്റ്റാഫിന്റെ യൂണിഫോം ഉൾപ്പെടെയുള്ളവയിൽ കുറച്ചു കാലം കൂടി മാറ്റം ഉണ്ടാകില്ല. അത് പതിയെ ആയിരിക്കും ഈ മാറ്റം നടപ്പാക്കുക എന്നാണ് എയർ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഈ വിസ്താരയുടെ മാറ്റത്തിന് ശേഷം അല്ലെങ്കിൽ ലയനത്തിന് ശേഷമുള്ള ആദ്യ സർവീസ് നടത്തിയിരിക്കുകയാണ്. ഈ വിസ്താര വിമാനം രാത്രി 12:15 ദോഹയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ടത്. ഒപ്പം തന്നെ ആദ്യ ആഭ്യന്തര സർവീസ് ഇന്നലെ പുലർച്ചെ 1:20 മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്കും സർവീസ് നടത്തി. വിസ്താര എന്ന പേരിലുള്ള അവസാന സർവീസ് ഇന്നലെ രാത്രിയായിരുന്നു. അത് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 3ാം ടെർമിനലിൽ നിന്നാണ് ഈ യാത്ര പുറപ്പെട്ടത്. അതോടുകൂടി വിസ്താര എന്ന പേര് അവസാനിക്കുകയും ഇന്നു മുതൽ എയർ ഇന്ത്യ എന്ന പേരിൽ അത് ലയനം പൂർത്തിയായ ശേഷമുള്ള പുതിയ പേരിലും രൂപത്തിലും ഒപ്പം തന്നെ ഭരണ നേതൃത്വത്തിലുമാകും വിസ്താര പ്രവർത്തിക്കുക. ലയനം സംഭവിച്ചു. ഇനിയിപ്പോ വിസ്താര എന്ന് മാത്രം പേരില്ല അല്ലെ, അപ്പൊ അത് എയർ ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ എന്തായാലും ആഭ്യന്തര സർവീസൊക്കെ നടക്കാനും പോകുന്നു. എല്ലാ ആശംസകളും നമുക്ക് നേരാം.